നമ്മുടെ ഒരു ഫ്രണ്ട് ഭയങ്കര സാഡ് അടിച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കും, വാട്ട് ഹാപ്പൻഡ്, എന്തോ പറ്റി, എന്തെങ്കിലും ഉണ്ടോ, എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അല്ലെങ്കിൽ ഇപ്പോൾ ബോയ് ഫ്രണ്ട് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഗേൾ ഫ്രണ്ട് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, പറയും. ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തൂ പ്ലീസ്. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര സാഡ് അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഓക്കെ ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമല്ലോ എന്ന്. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇതിനെ പറ്റി ഒന്ന് മറന്നാൽ മതി, ഇനി ആരും ഇതിനെ പറ്റി ഒന്ന് ചോദിക്കാണ്ടിരുന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കേഷനിൽ നമുക്ക് മനസ്സിലാവില്ല ഈ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്താ ആലോചിക്കുന്നത്, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്കൊരു സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഓക്കെ ആണോ, യു ഓക്കെ, അല്ലെങ്കിൽ യു ഓൾ റൈറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ദെൻ അവർ ഓക്കെ ആണോ അല്ലേ, അപ്പോൾ നമ്മുടെ അടുത്ത് പറയാം ഓക്കെ ആണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും, ഓക്കെ. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നമ്മുടെ അടുത്ത് പറയണം എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണം തോന്നില്ല, നമ്മുടെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും നമ്മുടെ അടുത്ത് പറയും. അപ്പം നമ്മൾ അപ്പോഴും നമ്മൾ അതിനെപ്പറ്റി കുത്തി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി സാഡ് അടിച്ചിരിക്കുന്ന സംഭവമാണ്. സമാധാനിപ്പിക്കാൻ നോക്കുക. സമാധാനിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ചുമ്മാ കേട്ടിരിക്കുക, അത് മതിയിടും. അപ്പോൾ സ്റ്റേ ട്യൂൺ. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.